ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ നമ്മെ സ്തോത്രം ഹല്ലേലൂയ തിരഞ്ഞെടുത്തിരിക്കുന്നത് വാഴാൻ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിന്റെ സകല ബലത്തിന്റെ മേലും ചവിട്ടാനുള്ള അധികാരം തന്നിരിക്കുക. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ആ അധികാരം പ്രയോഗിക്കുന്ന പ്രിയമുള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് ശത്രു ആരാണെന്ന് തിരിച്ചറിയാതെ സ്തോത്രം അടുത്തിരിക്കുന്ന ആളുടെ മേൽ ഹല്ലേലൂയ കയറാൻ പോയി. അതല്ല ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. നമ്മെ ആത്മീയമായി മുന്നോട്ട് വിടാതെ സ്തോത്രം നിത്യതയെ തളർന്നു നിർത്തിയിരിക്കുന്ന ഏത് അന്ധകാരത്തിന്റെ ശക്തികളെയും കാൽക്കീഴെ ചതച്ചു കളയത്തക്കവണ്ണം അധികാരം പ്രാപിച്ചിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. അവരവരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായ നിലനിൽക്കുന്നത് അതിൽ നിലനിൽപ്പാത്തക്കവണ്ണം കർത്താവേ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പിശാച് നമ്മുടെ തലയിൽ കൂടെ കയറി നിരങ്ങാൻ അവസരം വെച്ചു കൊടുക്കരുത്. നമ്മുടെ കുടുംബത്തിനകത്ത് കയറി മേയാൻ അവസരം വെച്ചു കൊടുക്കരുത്. സഭയ്ക്കകത്ത് കയറി മേയാൻ അവസരം വെച്ചു കൊടുക്കരുത്. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ കരം ഹല്ലേലൂയ നമ്മുടെ ദേശത്ത് വീര്യം പ്രവർത്തിക്കുന്ന കരമായി വെളിപ്പെടുന്നത് ഓർത്ത് കർത്താവിനെ മഹത്വം കരയറ്റുകയാണ്. നമ്മുടെ നടുവിൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവസാന്നിധ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം മധ്യസ്ഥ പ്രാർത്ഥനയിൽ പോരാടുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. പ്രിയ പാസ്റ്റർ ജോൺസൺ ചാരി അദ്ദേഹം ദൈവം ബലപ്പെടുത്തിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ മേലെ വർദ്ധിച്ചു വരുവാൻ കർത്താവ് കൃപ നൽകുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുമ്പ് ശുശ്രൂഷിച്ചിരുന്ന ആറാട്ടുപുഴ സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതാവ് നമ്മുടെ പ്രിയ കാലബിന്റെ വലിയമ്മച്ചി നിത്യതയിൽ പ്രവേശിച്ചു. രാവിലെ സംസ്കാര ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ചില നിമിഷങ്ങളോട് പോയി പങ്കെടുത്തതുകൊണ്ടാണ് താമസിച്ചു പോയത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വം കരയറ്റുകയും ചെയ്യുന്നു. ഇന്ന് 2 ദൈവദാസന്മാർ സ്തോത്രം നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ രാകേഷ് ആൻഡ് ഫാമിലി തെക്കേമലെ സ്വദേശികളാണെന്ന് അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഡൽഹിയിൽ കർത്താവിൻ്റെ മേലോട് ബന്ധത്തിലായിരിക്കുന്ന പാസ്റ്റർ ജോൺസൺ സ്തോത്രം കടന്നു വന്നിട്ടുണ്ട്. എൻ്റെ മുഖപരിചയം കുമ്പനാട് ഹെബ്രോനിൽ ഞാനായിരിക്കുമ്പോൾ ഒരു മീറ്റിംഗിൽ അദ്ദേഹം കടന്നു വന്നിരുന്നു എന്ന് സ്തോത്രം ഞാൻ കരുതുന്നു. ദൈവത്തെ സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസന്മാർ 2 പേരും അല്പാൽപ്പ സമയം ദൈവത്തിൽ സംസാരിക്കും. ആദ്യത്തെ ഒരു 15 മിനിറ്റ് പാസ്റ്റർ രാകേഷ് ദൈവത്തിൽ സംസാരിക്കും. അതേ തുടർന്ന് 20-25 മിനിറ്റ് പാസ്റ്റർ ജോൺസൺ അവர்களுം വചനത്തിൽ സംസാരിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഒരിക്കൽ കൂടെ ആ പാട്ടിന്റെ 1-2 ചരണങ്ങൾ നമുക്ക് ചേർന്ന് ആത്മാവിന്റെ നിറവിൽ ഒന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. എന്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളുന്ന മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങും. നമുക്ക് ചേർന്ന് കരകളെ അടിച്ച് സന്തോഷത്തോടെ പാടി കർത്താവിനെ കൂടെ എപ്പോഴും എല്ലാ നാടും ഞാൻ വാഴും. ഞാൻ എൻ്റെ രക്ഷിതാവിൽ കൂടെ എപ്പോഴും എല്ലാ നാടും ഞാൻ പിന്മാരം കാത്തു ഞാൻ ഈ ദുഷ്ടരോഗി കഷ്ടത എത്ര രക്ഷിതാവേ പിന്മാരം കാത്തു ഞാൻ
Praise the Lord, hallelujah. Praise the Lord, hallelujah. 2024 വർഷം ഓഗസ്റ്റ് മാസം 16 വെള്ളിയാഴ്ച പകൽ ദൈവസഭയിൽ ദൈവമക്കളോട് ചേർന്ന് കർത്തദാസനോട് ചേർന്ന് കുഞ്ഞുങ്ങളോട് ചേർന്ന് ഞങ്ങൾക്ക് കുടുംബമായി കടന്നു വന്ന കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സഭയുടെ ചില വിഷയങ്ങളിൽ ഞങ്ങൾക്ക് ആത്മാവിൽ ചേർന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തി ഓർത്തും കർത്താവിൻ്റെ കൃപയോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു. ഇവിടെ ദൈവസഭയിലായിരിക്കുന്ന കർത്തദാസൻ ശുശ്രൂഷിക്കുന്ന ദൈവത്തിന് ആത്മാവ് നിയോഗിച്ചാക്കി വെച്ചിരിക്കുന്ന ദേവദാസൻ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്ന പേര് എനിക്കറിയില്ല. സ്തോത്രം. അതുപോലെ ഇപ്പോൾ പേര് പറഞ്ഞുകൊണ്ട് ലീഡ് ചെയ്ത പ്രാർത്ഥന ലീഡ് ചെയ്ത ജോൺസൺ പാസ്റ്ററിനായി സ്തോത്രം ചെയ്ത മറ്റെല്ലാ പ്രായമുള്ള ദൈവമക്കൾക്കായി ദേവദാസന്മാർക്കായി അച്ഛന്മാർക്കായി അമ്മാവന്മാർക്കായി സ്തോത്രം ചെയ്യുന്ന സ്തോത്രം പ്രാർത്ഥിച്ചവർ അമ്മാമ്മയുടെ പ്രാർത്ഥന വാചകങ്ങൾക്കും അതുപോലെ പ്രായമുള്ള അച്ഛൻ പ്രാർത്ഥിച്ച വാചകങ്ങൾ എന്നെ വളരെ സ്പർശിച്ചു. സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. എൻ്റെ പേര് രാകേഷ് ചെറിയൻ എന്ന സ്തോത്രം. എൻ്റെ ഭാര്യയുടെ പേര് ശോശാമ്മ. എൻ്റെ സ്വദേശം ആലുവയാണ്. ഞങ്ങളിപ്പോൾ തെക്കേമലയിൽ 6-7 മാസമായിട്ട് വാടക താമസിക്കുകയാണ്. എൻ്റെ ഭാര്യയുടെ സ്വദേശം തിരുവല്ലയിലായിരിക്കുന്നു. എൻ്റെ 18-ാം വയസ്സിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവായി സ്വീകരിപ്പാൻ സ്നാനപ്പെടുവാൻ കർത്താവിനെ വേലയ്ക്ക് വേണ്ടി സമർപ്പിപ്പാൻ കർത്താവ് സഹായിച്ചു. സ്തോത്രം ചെയ്യുന്ന അതുപോലെ എൻ്റെ ഭാര്യയ്ക്ക് 1994 രക്ഷിതാവായ കർത്താവിനെ സ്വീകരിപ്പാനും അതുപോലെ സ്നാനപ്പെടുവാൻ കർത്താവിനെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനും വചനം പഠിക്കുവാനൊക്കെ കർത്താവിൻ്റെ കൃപ ചൊല്ലോത്ത് സ്തോത്രം ചെയ്യുന്ന എൻ്റെ ഭാര്യ BTech ചെയ്തതാണ്. ഞാൻ 2 പ്രാവശ്യം BTech പോയി, 2 പ്രാവശ്യം പറ്റിയില്ല. സ്തോത്രം. എങ്കിലും കർത്താവിൻ്റെ വേലയിൽ കർത്താവ് ആക്കി വെച്ചോന്ന് സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. കർത്തദാസൻ പറഞ്ഞ ഒരു കാര്യത്തോട് ചേർന്ന് ഞാനങ്ങനെ ചിന്തിച്ച് വരികയായിരുന്നു. അപ്പോഴാണ് ദൈവാത്മാവ് തന്നിൽ കൂടി വീണ്ടും അത് പറയിപ്പിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ആത്മനിയോഗം ഇന്ന് പകരം ഇവിടെ ആത്മനിയോഗത്തിലാണ് വന്നത്. പക്ഷെ പലപ്പോഴും ഇതിൽ പോകുമ്പോൾ വെള്ളിയാഴ്ചകളോട് പൂട്ടിയിരിക്കാറുണ്ട്. ആ ഒരു ദുഃഖം, മാനുഷ്യമായ ദുഃഖം ഞാൻ അറിയിച്ചോട്ടെ. ദൈവസഭ വെള്ളിയാഴ്ചകൾ ഇവിടെ പൂട്ടിയിരിക്കാൻ കാണാം. ഗേറ്റ് അല്ലെങ്കിൽ ഈ വാതിൽ പൂട്ടിയിരിക്കാൻ കാണാറുണ്ട്. അത് വേറെ കുഴപ്പം കൊണ്ടോ എന്താണ് എൻ്റെ വിഷയം. സ്തോത്രം. കഥ പറഞ്ഞ എൻ്റെ ആലയം ജാതികൾക്കുള്ള പ്രാർത്ഥനാലയം. ജാതികൾക്ക് ആരെങ്കിലും വരുമ്പോൾ പൂട്ടിയിട്ട് കണ്ട അവർ തിരിച്ചു പോകും. സ്തോത്രം. കത്തോലിക്ക സഭകൾ, CSI സഭകൾ, ഞാൻ CSI യാക്കോബ സഭയിൽ നിന്നാണ് വന്നത്. എൻ്റെ ഭാര്യ മാർത്തോമക്കാരിയായിരുന്നു. സ്തോത്രം. അവിടെ നിന്ന് പള്ളികൾ തുറന്നിടാറുണ്ട്. പ്രത്യേകിച്ച് കത്തോലിക്ക പള്ളി ഏത് സമയത്തും തുറന്നിടുന്ന അനുഭവം. സ്തോത്രം. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. ചിലപ്പോൾ അച്ഛനോടെ ഇല്ലായിരിക്കും, പക്ഷെ പള്ളി തുറന്നിടും. സ്തോത്രം. കർത്താത്മ നമ്മളെ ദിവസങ്ങളിൽ കൂടുതലായി സഹായിക്കും. ബലപ്പെടുത്തി ആലയത്തെക്കുറിച്ചുള്ള എരിവ് നമ്മളെ തിന്നു പറയുന്ന അനുഭവം കർത്താവ് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്ന ഇന്നും ഒരു നിയോഗപ്രകാരം ചില ഈ മാസം ഡേറ്റും ഏതും ആഴ്ചയ്ക്ക് അതിൽ ഒരു ഞായറാഴ്ച ഞങ്ങളിവിടെ വന്ന് സ്തോത്രം ഞായറാഴ്ച വന്ന് കൂടി പോയായിരുന്നു. പിന്നെ സാവകാശം ലഭിച്ചില്ല. സ്തോത്രം. ഇന്ന് ആത്മനിയോഗത്തിൽ വന്ന് പക്ഷേ ഇങ്ങനെ മടിച്ചു. ഇതിൽ വന്നു കഴിഞ്ഞാൽ കൂട്ടിയിരിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങോട്ട് പോകുന്നു അങ്ങനെ അവിടെ ചുറ്റി സ്റ്റാൻഡിൽ പോയി ഇറങ്ങി അവിടെ നിന്ന് നടന്ന് കറങ്ങിയൊക്കെ വന്നത്. സ്തോത്രം. വന്നപ്പോൾ അത് തുറങ്ങിയിരിക്കുന്ന ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. അത് കണ്ടുപോകുന്ന വഴി ആശ്വാസം, സ്വർഗം തുറന്നിരിക്കുന്ന പോലെ. പക്ഷേ അത് വ്യർത്ഥമല്ല. തുറന്നിരിക്കുന്ന കാണുമ്പോൾ അത് വലിയ സന്തോഷമാണ്. അതൊക്കെ സ്തോത്രം ചെയ്യുന്നത്. അല്ലെങ്കിൽ കർത്താവ് വായിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് വേല ചെയ്യുവാൻ കർത്താവ് പയ്യനാളെ ഞങ്ങളെ സഹായിച്ചു. അത് ശാരീരിക ക്ലേശങ്ങളുടെ മധ്യത്തിലാണ് കർത്താവ് അത് ചെയ്യിപ്പിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതേ ഹല്ലേലൂയ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 12:12 നമ്മൾ വായിക്കുന്നു. യെശയ്യാപ്രവാചകൻ പറയാണ്, സിയോൻ നിവാസികളെ, ഇസ്രായേൽ പരിശുദ്ധൻ നിങ്ങളുടെ മധ്യേ വലിയവനായിരിക്കാൻ ഘോഷിച്ചുല്ലസിപ്പിൻ. അവൻ വലിയവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. മറിയം പറയുന്നു, അതേ ശക്തനായവൻ എനിക്ക് വേണ്ടി വലിയവ ചെയ്തു. ഏതോ വലിയ കാര്യം, വലിയ ഹോളോ വലിയ വീടോ വലിയ വണ്ടിയോ വലിയ ഡിഗ്രി അല്ല. സ്തോത്രം. ഉപരിയായി സർവശക്തനായവൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു വിചാരം. സ്തോത്രം. വലിയ രോഗം നമ്മുടെ ഇടയിൽ അധികം കൂടിക്കൊണ്ടിരിക്കുക. ക്യാൻസർ പോലത്തെയുള്ള മാരകരോഗം. അപ്പോൾ വലിയ രോഗമാണ്.
വലിയവനായവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ വലിയ രോഗം വന്നാലും, വലിയ കഷ്ടം വന്നാലും, വലിയ ദുഃഖം വന്നാലും, വലിയ കരച്ചിൽ കരയേണ്ടി വന്നാലും അവൻ അതൊന്ന് വിടുവിക്കുന്ന ദൈവമായ സ്തോത്രം. 14 വർഷം കഥാകൃപയിൽ ആശ്രയിച്ച് അനേക ദേവദാസ്മാരെ ദൈവമക്കളെ പ്രാർത്ഥനയാൽ എൻ്റെ മമ്മി ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതേ രോഗം സഹിച്ചു. അതിന്മേൽ വാഴ്ച നടത്തി മമ്മി കത്താസിൽ ചേർക്കപ്പെട്ടു. സൗഖ്യമായില്ല, ഒരു ഗുളിക പോലും കഴിച്ചില്ല. അതിന് പ്രേരണയായത് സ്തോത്രം. ഒന്ന് നമ്മുടെ വാഴപ്പുഴ യോനാച്ചൻ പണ്ട് കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അതുപോലെ സ്തോത്രം പീച്ചി മാഷൽ എന്നറിയപ്പെടുന്ന KORS മാസ്റ്റർ 91 വയസ്സായി. കാലിലെ ആ മുള്ള് അല്ലെങ്കിൽ ആ മുറിവ് ഇന്നും 95 വയസ്സുള്ള കർത്തദാസൻ സ്തോത്രം മരുന്ന് കഴിക്കാതെ കർത്താവിൽ ആശ്രയിക്കുന്നു. മാത്രമല്ല പാപ്പച്ചൻ എന്ന് പറയുന്ന ചെസക്കോട്ടെ വേറൊരു ദൈവദാസൻ, എറണാകുളംകാരനായ കർത്തദാസ്, ഈ 3 പേര് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവരുടെ സാക്ഷ്യങ്ങൾ, അവരുടെ ജീവിതത്തിലെ സാക്ഷ്യമാണ്. കർത്താവിൽ മരിക്കേണ്ടി വന്നാലും അതായത് രോഗ അതേ ശാന്തിയിൽ വിശ്വസിക്കും. കർത്താവ് സൗഖ്യമാക്കണമെങ്കിൽ മതി, അല്ലെങ്കിൽ വെച്ചാൽ മരിക്കട്ടെ. വചനം പറയാണ്, അത് അവൻ വലിയവനായിരിക്കാൻ അതേ ഘോഷിച്ചുല്ലസിപ്പാൻ. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്ന ഒരു വാക്യം എനിക്ക് വേണ്ടി വായിച്ചത്. നിങ്ങളുടെ എൻ്റെ ഇംഗ്ലീഷ് ബൈബിളാണ്. ശുശ്രൂഷിക്കാനും അവസരം ലഭിക്കുമെന്ന് വിചാരിച്ചല്ല വന്നത്. പക്ഷേ ദൈവസഭയും കർത്തദാസനൊക്കെ അതിന് നിയോഗം നൽകിയതൊക്കെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദേവദാസന്മാരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പൗലോസ് പറയാണ്, എഫേസ്യർ 4-ാം അധ്യായം 1-ാം വാക്യം. കാണാപ്പാട് അറിയാനില്ല, പക്ഷെ എന്നാലും ഒന്ന് വായിച്ചാലും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമാണ്. വെളിപ്പാട് പുസ്തകം പറയുന്നത് എഫേസ്യർ 4:1 പൗലോസ് പറയാണ്, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഞാൻ കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുകയാണ്. കർത്തൃസേവ വിശ്വാസ നിമിത്തം, അതേ സ്നാനപ്പെട്ട നിമിത്തം, അതേ ബന്ധനങ്ങൾ എനിക്കുണ്ട്, രോഗാവസ്ഥയുണ്ട്. ഇവിടെ പാസ്റ്റർ നേരത്തെ പറഞ്ഞല്ലോ, അതേ TPM-കാർ വിശ്വാസികളായോണ്ട് അങ്ങോട്ട് നോക്കുക പോലും ചെയ്തതെന്നൊരു അന്നല്ല, ഇന്നുമുണ്ട്. ഞങ്ങൾ വാടക താമസിക്കുന്ന ഉടമസ്ഥ ഹിന്ദുക്കളാണ്. ഞങ്ങളോട് കയറി ചെന്നപ്പോൾ പാസ്റ്റർ പരിചയപ്പെട്ടവർ ആദ്യമായിട്ടാണ് അവർ വീട് വാടക കൊടുക്കുന്നത്. പുതിയ വീട് പണിത ഒറ്റമുറിയുള്ളൂ. എങ്കിലും എന്നോട് പറയും, പാസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് പ്രാർത്ഥന ഇവിടെ പറ്റില്ല. അങ്ങനെ കുഴപ്പമില്ല, എനിക്ക് പ്രാർത്ഥനയൊന്നും വേണ്ട, ഞങ്ങളുടെ സ്വന്തം പ്രാർത്ഥന നടത്താമല്ലോ. അത് ഇന്നും വരെ നടത്തുന്നു. തടസ്സം പറഞ്ഞാലും കർത്താവിനെ പ്രവർത്തിക്കാൻ അത് ആർക്കും തടസ്സപ്പെടുത്തുവാൻ സാധിക്കില്ല. പൗലോസ് പറയും, ഞാൻ കാരാഗ്രഹത്തിലാണെങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നത് സന്തോഷിപ്പീൻ, എന്നോട് കൂടെ സന്തോഷിപ്പീൻ. മാത്രമല്ല, ഞാൻ കർത്തൃസേവ നിമിത്തം ഞാൻ ബദ്ധനായിരിക്കുന്ന ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നു. രോഗാവസ്ഥയാണെങ്കിലും കഴിഞ്ഞ ദിവസം പോയി അതേ വയ്യാത്ത കാല് വെച്ച് വയ്യാത്ത ശരീരം വെച്ച് ഞാനെൻ്റെ ഭാര്യയെ പോയി ട്രാക്ടർ കൊടുത്ത് ഹൗസ് വിസിറ്റിംഗ് ചെയ്തു. അത് എങ്ങനത്തെ അസുഖം സ്തോത്രം. എൻ്റെ അപ്പൻ കളിയാക്കി വിളിച്ചുകൊണ്ടിരുന്ന വർഷങ്ങളുണ്ട്. അടി മരിച്ചുപോയി. കുഷ്ഠരോഗി എന്ന് പോലെ ചൊറിയുന്ന അനുഭവം സ്തോത്രം ഇയ്യോബിന് പണ്ടുണ്ടായിരുന്നു. ഈ കാലത്ത് 33 വർഷം കൊണ്ട് ഞാൻ ആരെയും കണ്ടില്ല. അങ്ങനെ തലമുതൽ ഉള്ളംകാൽ വെച്ച് ചൊറിഞ്ഞു പൊട്ടുന്ന അസുഖം, പഴുപ്പ് സ്തോത്രം വന്നാൽ നാറുന്ന അനുഭവം. എവിടെ പോയി ഇരിക്കാൻ എനിക്ക് തന്നെ മടിയായിരുന്നു. വർഷങ്ങളോളം അതുകൊണ്ട് സഭാചാരം എടുത്തില്ല. സ്തോത്രം. അതിന് പക്ഷെ കർത്താവ് അവിടെ നടത്തി. ഇന്നും പൊട്ടിയ കാലം കൊണ്ട് തന്നെ പലയിടത്തും കയറാറുണ്ട്. വിലക്കുന്നവർക്കായി സ്തോത്രം, ഇല്ലാത്തവരെയും വെള്ളം സ്വീകരിച്ച് വെള്ളം കുടിപ്പിച്ചവർക്കായി, അതേ സ്തോത്രം ജ്യൂസ് തന്നവർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവിനെ പ്രവൃത്തി. പൗലോസ് പറയാണ്, ഞാൻ ബന്ധനസ്ഥനാക്കുന്നു, എനിക്ക് പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്, എനിക്ക് രോഗാവസ്ഥ ഉണ്ടെങ്കിലും അതേ സുവിശേഷ വേലയ്ക്ക് ബന്ധനമില്ല, ദൈവവചനത്തിന് ബന്ധനമില്ല. സ്തോത്രം. അത് അതുകൊണ്ട് കഷ്ടങ്ങൾ അതുകൊണ്ടാണ് നമ്മോട് പറയുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി. അതേ ക്യാൻസർ രോഗിയായ ഒരു അമ്മാമ അച്ഛനോട് തൊട്ടപ്പുറത്തിരിക്കുന്ന കിടക്കുന്ന ആള് അതിൽ പറയുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. കാരണം നമ്മളിൽ വെളിപ്പെടുന്ന, നമ്മളിൽ വ്യാപരിക്കുന്ന ഒരു ആത്മശക്തി ഉണ്ട്. അത് ഭീരത്തിന് ആത്മാവല്ല, ശക്തിനും സുബോധത്തിന്റെയും സ്നേഹത്തിന് ആത്മാവാകിയാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നിനാൽ ഏത് വിഷയം വന്നാലും പ്രാർത്ഥിക്കുവാൻ. അതേ വെളിപ്പാട് പുസ്തകം 12:12 നമ്മൾ വായിക്കുന്ന വെളിപ്പാട് 12:12 വായിക്കുകയാണ്. അവിടെ പ്രവചനം ഇനി വരാൻ കാലങ്ങളെ കുറിച്ച് ആണെങ്കിലും അത് ഇപ്പോൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, വർദ്ധിച്ചു വരികയാണ്. എന്താണ്? അയ്യോ ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാചിന് അവന് അല്പകാലമുള്ളൂ എന്നറിഞ്ഞ് അവൻ മഹാക്രോധത്തോടെ, നിസാര ക്രോധമല്ല, മഹാക്രോധം. എത്രത്തോളം? രാജേഷിനെ കൊല്ലുവാൻ, പിന്നെ സഭയെ പൊളിക്കുവാൻ, ദൈവസഭയെ പൊളിക്കുവാൻ, ദൈവദാസന്മാരെ കൊല്ലുവാൻ അവൻ മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. എന്നാ ഇറങ്ങി വന്നത്? ആദാമിൽ ഹവ്വയിൽ ഇറങ്ങി, ഏതെങ്കിലും ഇറങ്ങി വന്നു. എല്ലാം പിന്നെ ഇവിടെ വന്നു. സ്വന്തം പിറ്റേ അടുത്ത തലമുറയിൽ സ്വന്തം ജ്യേഷ്ഠൻ അനിയനെ കൊല്ലുന്ന ഒരു അനുഭവം.
അത് ഇന്നും ദൈവമക്കളെ ശക്തിയോടെ നടക്കുന്നു. നാം ഇടുവിൽ നിന്ന് കരഞ്ഞാലേ പറ്റുള്ളൂ. യെരൂശലേം സഹോദരിമാരെ, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട. യെരൂശലേം പുത്രിമാർ മാത്രമല്ല, പുത്രിമാർ കരയാൻ തുടങ്ങുമ്പോൾ പുത്രന്മാരെ കരയണം. കാരണം യേശു മാതൃക കാണിച്ചു. യേശു അത് കണ്ണുനീർ വാർത്തു. ബൈബിളിലെ ഏറ്റവും വലിയ ചെറിയ വാക്യം ജീസസ് വെപ്റ്റ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതേ മലയാളത്തിൽ യേശു കണ്ണുനീർ വാർത്തു. അതേ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി മരിച്ചവൻ, രക്ഷിതാവായവൻ, എല്ലാവരും വീണ്ടും ആണായവൻ എനിക്ക് വേണ്ടി കരഞ്ഞുവെങ്കിൽ, നമുക്ക് വേണ്ടി കരഞ്ഞെങ്കിൽ ഞാൻ എത്രത്തോളം കരയണം. സ്വന്തം നമുക്ക് കഷ്ടവും രോഗമുള്ള ദൈവത്തിലെ നമുക്ക് അടിയിടി ഇല്ലാത്തതുകൊണ്ട്, അടിയിടി എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്വന്തം നമുക്ക് ശാരീരിക ക്ലേശം ഇല്ലാത്ത, അതുകൊണ്ടാണ് ഇപ്പോൾ രോഗാവസ്ഥ നമ്മുടെ ഇടയിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഒരു വർഷം സ്ഥാനപ്പെട്ട് ഒരു വർഷം വിശ്വാസം എന്ന ഹിന്ദിക്കാരെ പാസ്റ്റർമാരാക്കുന്നു. വടക്കിൽ അവരെ എന്നിട്ട് പിടിച്ചുകൊണ്ടുപോകുന്നു, ജയിലിൽ അവരായിരിക്കുന്നു. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചില മാസം മുമ്പ് ദൈവാത്മ ഓർപ്പിച്ചു ഞായറാഴ്ച ശുശ്രൂഷ ദൈവാത്മ ഓർപ്പിച്ചാൽ അവർ എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. എന്താണ് കർത്താവ്, ഞങ്ങളോ ജയിലാണ്, ഞങ്ങൾക്ക് ആരാധിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യമില്ല. പക്ഷേ സ്വാതന്ത്ര്യമുള്ള ദൈവമക്കള്, ഇന്ത്യയില് UP-യിലുള്ള സ്വാതന്ത്ര്യമുള്ള ദൈവമക്കൾ ആരും സഭായോഗം ഉപേക്ഷിക്കാതെ അവർ ആത്മാവിലും സത്യത്തിലും അങ്ങനെ ആരാധിക്കുന്നതായി തീരണം. അവരെ പ്രാർത്ഥന. നമ്മുടെയോ വയനാട് ഈ സംഭവം സംബന്ധിച്ച് അതിന് തൊട്ട് 2-3 ആഴ്ച മുമ്പേ അത് ആസാം, ഹിമാചൽ പ്രദേശ്, UP, ബീഹാർ, ജാർഖണ്ഡ് എന്നീ ദേശങ്ങളിലൊക്കെ 20 ലക്ഷം ജനം കഷ്ടമനുഭവിച്ച്. എന്ത് നിമിത്തം? ഈ വെള്ളച്ചാട്ടവും വെള്ളപ്പൊക്കം നിമിത്തം. നമ്മൾ ആരും അറിഞ്ഞില്ല, ആരും പ്രാർത്ഥിച്ചില്ല. നമ്മുടെ ദേശം സംഭവിച്ചു, നമ്മൾ പ്രാർത്ഥിച്ചു. 20 ലക്ഷം ജനങ്ങൾ ഭവനം നഷ്ടപ്പെട്ടവരായി, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവരായി ഇന്നും അവരായിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദേശത്തെ പാസ്റ്റർ പറഞ്ഞത് കോഴഞ്ചേരി ദേശത്തെ എല്ലാം ഇനിയും നടക്കാനുണ്ട്. ഇനി അറിയുന്നവർ തന്നെ അവർ തള്ളിക്കളയുന്നു. യേശുവിനെ വേണ്ട, യേശുവിനെ അറിയുന്നില്ല, അത് കേട്ടിട്ട് വെച്ചിട്ട് പോയിക്കോ, പാർട്ടിട്ട് പോയിക്കോ എന്നാ പറയുന്നത്. ഏത് ക്രൈസ്തവർ പോലും കർത്താവിനെ വേണ്ടി പ്രവർത്തിക്കാൻ സ്തോത്രം. വലിയ കർത്താവ് അതേ ആത്മാവ് നമ്മുടെ ദിവസങ്ങളിൽ ശക്തിപ്പെടുത്തട്ടെ. അതേ ഹല്ലേലൂയ. ബീജത്തിന് ആത്മാവെല്ലാം ഇത് പൗലോസ് പറഞ്ഞത് ബലത്തോടെ സ്തോത്രം 10 പ്രാവശ്യം പറഞ്ഞ മുഖത്തോടെ തന്നെ വീണ്ടും 15 പ്രാവശ്യം നമുക്ക് വീണ്ടും പോയി പറയാം. യേശു ക്രിസ്തു രക്ഷകൻ, യേശു ക്രിസ്തു വീണ്ടും വരും, യേശു ക്രിസ്തു നായകൻ എന്ന് വീണ്ടും ഘോഷിപ്പാൻ IPC പിരിയൻ സഭയെ ശക്തിയോടെ ദൈവാത്മാ സഹായിക്കട്ടെ. സമയം നൽകിയ ദേവദാസന്മാരോടും ദൈവസഭ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ വെള്ളിയാഴ്ച ദിവസ ഉപവാസ പ്രാർത്ഥനയുടെ ബന്ധത്തിൽ എനിക്കും ഇവിടെ കടന്നു വരുവാൻ സ്വവസത്തിനായ ദൈവം തന്ന കൃപയോർത്ത് വിശേഷമായിട്ട് ഞാൻ അതുപോലെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ചുരുക്കത്തിലെ വ്യക്തികൾ കർത്താവദാസനോട് സംസാരിക്കും. കർത്താവദാസൻ Praise the Lord. Praise the Lord. 2024 വർഷം ജൂൺ മാസം 14-ാം തീയതി ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് കുടുംബമായി നൽകിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഒരു വെള്ളിയാഴ്ച പകലും കൂടി കർത്താവിന് സന്നിധിയായിരിക്കാൻ കർത്താവ് നമുക്ക് നൽകുന്ന സാവകാശോത്ത് കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്തോത്രം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ക്രിസ്തുയേശു മുഖാന്തരം നിങ്ങളെല്ലാവരെയും നിത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളെ സ്വർഗീയ പിതാവാൻ ദൈവമേ, ഈ 2024 വർഷം ജൂൺ മാസം 14-ാം തീയതി വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ദാനമായി നൽകിയ കൃപയോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവ് നിങ്ങളുടെ ഉള്ളംകൈയിൽ വഹിച്ചല്ലോ. ഈ മരുഭൂമി യാത്രയിൽ മേഘസ്തംഭമായി, അഗ്നിസ്തംഭമായി, യഹോവ ഈരയായി, യഹോവ ശാലമായി, യഹോവ നിസിയായി ഒക്കെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഓരോ സമയങ്ങളിൽ വെളിപ്പെട്ട് വന്ന കൃപയോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ ഈ വെള്ളിയാഴ്ച പകൽ ദൈവസന്നിധിയിൽ കടന്നു അങ്ങേ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ
നിർത്തുവാൻ, വിഷയങ്ങളോട് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകങ്ങൾ ദാസിനായി സ്തോത്രം ചെയ്യുന്നു. ദാസിക്കായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തുതിക്കുന്നു. കർത്താവരെ ഏൽപ്പിച്ച ശുശ്രൂഷ ദൈവസഭയെ ചെയ്തെടുപ്പാൻ അങ്ങ് നൽകുന്ന എല്ലാ കൃപയ്ക്കായി സ്തോത്രം. ആത്മശക്തിക്കായി സ്തുതിക്കുന്നു. ആത്മനിയോഗത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവസഭ കൂടെ നിന്ന് പ്രവർത്തിപ്പാൻ അധ്വാനിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ നെല്ലിക്കാല ദേശത്തെ പിടിച്ചെടുക്കുവാൻ ദൈവകൃപ നൽകി കർത്താവെ വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്യിപ്പിക്കാമെന്ന ദിവസങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അല്പസമയം ദൈവസ്ഥലം ഇരിക്കുന്ന ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായി സ്തോത്രം, അനുഗ്രഹിച്ചനായി സ്തോത്രം. താവ് ഇന്ന് പകൽ ലോകമെമ്പാടും നടക്കപ്പെടുന്ന എല്ലാ ആത്മീയക്കൂട്ടങ്ങളും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു വെള്ളിയാഴ്ച കൂടി ദൈവസ്ഥലം ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് നൽകിയ സാവകാശോദ്യം ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കടന്ന എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകമായി കർത്താവിൻ്റെ നിയോഗത്താൽ ഈ സഭയിൽ വന്ന് ഈ ദേശത്ത് പ്രവർത്തിപ്പാൻ ദൈവാത്മാവ് കഴിഞ്ഞ മാറ്റത്തിൽ ആക്കി വച്ച വിക്ടർ പാസ്റ്റേയും ആൻറ്റിയോർത്തും കുഞ്ഞുങ്ങളോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്വന്തം കർത്താവ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രവൃത്തിയും കർത്താവ് ചെയ്തെടുക്കട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. കൃത്യമായി കർത്താദാസൻ കടന്നു വന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് അല്പസമയം വചനം സൃഷ്ടിപ്പാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്തോത്രം. വേഗത്തിൽ ഒരു വാക്യം വായിച്ച് വേഗത്തിൽ നിന്ന് കാര്യം ഓർപ്പിച്ച് നീപ്പാൻ ആഗ്രഹിക്കുകയാണ്. ആമോസ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 13-ാം വാക്യം. ആമോസ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 13-ാം വാക്യം. കർത്താവിനാത്മാവ് പ്രവാചകനോട് സ്തോത്രം പിന്മാറിപ്പോയ ഒരു ജനത്തെ വീണ്ടെടുക്കാൻ വേണ്ടി അവരെ സ്വതം ഓർപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ആമോസിൻ്റെ പുസ്തകം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എനിക്ക് അതല്ല എൻ്റെ വിഷയം. ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ആ 13-ാം വാക്യം മാത്രമേ ഉള്ളൂ. അതിൽ ദൈവം ആരാകുന്നു എന്ന് പ്രവാചകൻ വീണ്ടും ദൈവസഭയെ ദൈവജനത്തെ ഓർപ്പിക്കുന്ന ഒരു വചനമാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ വായിക്കുന്ന പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവന് നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതികളുമേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തൻ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്ന അവൻ്റെ നാമം ഒരുവനേ ഉള്ളൂ. സ്തോത്രം. അവൻ്റെ നാമം സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു. ആ നാമത്തെ വിളിച്ചപേക്ഷിപ്പാൻ, ആ നാമത്തിൽ ആശ്രയിപ്പാൻ, ആ നാമത്തിൽ പ്രാർത്ഥിപ്പാൻ ദൈവാത്മാവ് നമുക്ക് നൽകുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. തൊണ്ട ആരാധന ഇടയ്ക്കൊന്ന് പോയി വേറെ ഒന്നുമില്ല. ഒരു മാസമായിട്ട് കിടപ്പായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പോൾ ഇന്നാണ് ഞാനും ഭാര്യയും കൂടി ഇറങ്ങിയത്. എൻ്റെ ഭാര്യ ഇടയ്ക്ക് 1-2 ആഴ്ചകൾ സഭകൾ പോയിരുന്നു. പക്ഷേ എനിക്ക് ഇന്നാണ് ഞാൻ അല്പമായ ലഭിച്ച ആരോഗ്യം, പൂർണ്ണ ആരോഗ്യമല്ല, ലഭിച്ച ആരോഗ്യത്തിൽ ഇറങ്ങാൻ തോന്നി. സ്വതന്ത്രം 9:45 പെട്ടെന്ന് ഒരു ശക്തി ലഭിച്ചത്. അങ്ങനെ ഇറങ്ങിയത്. സ്വതന്ത്രം നമ്മളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. അവിടെ പറയുകയാണ് സ്വതന്ത്രം ശക്തനായ ദൈവൻ, സർവശക്തനായ ദൈവൻ. അത് യൂദായിലേക്ക് നമ്മൾ വായിക്കുന്ന പോലെ ഹല്ലേലൂയ വീടാതെ വേണം നമ്മളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനത്തോടെ തീർത്തുവാൻ കഴിവും ശക്തിയും ബലമുള്ള കർത്താവിന്റെ മഹാപ്രവൃത്തികൾക്കായി സ്തോത്രം ചെയ്യുന്ന പർവ്വതങ്ങളെ നിർമ്മിക്കുകയും അതേ കാറ്റിനെ സൃഷ്ടിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ ദൈവം പർവ്വതത്തെ ഉണ്ടാക്കിയത്, സകലത്തെയും ഉണ്ടാക്കിയത് ഒരു പദ്ധതി പ്രകാരമാണ്, ഒരു ഉദ്ദേശത്തോടെയാണ് കർത്താവ് നമ്മളെയും ഇന്ന് പകൽ ഇവിടെ ഇരുത്തിയതോ അത് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പർവ്വതം ഏറ്റവും ആദ്യം കാണുന്ന പർവ്വതം അരാരത്ത് പർവ്വതമാണ്. അത് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന അരാരത്ത് പർവ്വതത്തിൽ പെട്ടകം വന്ന് അതേ ഹല്ലേലൂയ സ്തോത്രം അത് പ്രൈസ് ദി ലോർഡ് നിന്നു. സ്തോത്രം. ഏകദേശം 1 വർഷത്തോളമാണ് നോയയും തൻ്റെ കുടുംബവും 1 വർഷത്തോളമാണ് ആ പെട്ടകത്തിൽ യാത്ര ചെയ്തത്. അവരോട് കൂടെയോ ആരുമില്ലായിരുന്നു. 8 പേർ മാത്രം, ഭാര്യയും ഭർത്താവും അതേ 3 മക്കളും അവരെ ഭാര്യമാരും. ഈ 8 പേരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം ഉണ്ടായിരുന്നു. പക്ഷെ മനുഷ്യരല്ല, ജന്തുക്കളായിരുന്നു, പാമ്പുകളായിരുന്നു, ആനയായിരുന്നു, അങ്ങനെ സകലവും പക്ഷികൾ സകലവും. അതിൻ്റെ കൂടെ അതിൻ്റെ ഭക്ഷണം, മനുഷ്യൻ്റെ ഭക്ഷണമുണ്ട്, ഈ മൃഗങ്ങളുടെ ഭക്ഷണമുണ്ട്. കൂടാതെ ഒന്നും കൂടി അവരുടെ നാറ്റം. തൊഴുത്തിലൊക്കെ അല്ലെങ്കിൽ പശുക്കളൊക്കെ വളർത്തിയ ആൾക്കാർക്ക് അത് പരിചയമുണ്ട്, എനിക്ക് പരിചയമില്ല. സ്തോത്രം. അപ്പോൾ അത് പശുവിൻ്റെയും ആടിനെയും മാത്രമല്ല, സിംഹത്തിൻ്റെയും പാമ്പിൻ്റെയും സകല ജീവികളുടെയും നാറ്റം അവർ 1 വർഷത്തോളം സഹിച്ചു. സ്തോത്രം. ഈ പെട്ടകം 1 വർഷം വെള്ളത്തിന്മേൽ ഒഴുകി നടന്നു.
പിശാചിന് ഒരു പോരാട്ടം ഉണ്ടായില്ല. പക്ഷെ മനസ്സിൽ ആശങ്ക ഉണ്ടായിരുന്നു. ദൈവം പറഞ്ഞ് ദൈവ വചനം കേട്ട് ശബ്ദം കേട്ടിട്ട് പെട്ടകം ഉണ്ടാക്കി. ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഇറങ്ങി, പൂട്ടാൻ പറയുമ്പോൾ ദൈവം പൂട്ടി. സ്തോത്രം. പക്ഷെ പിന്നെന്ത് ചെയ്യും? ദൈവമക്കളെ, ആശങ്കയിലായിരിക്കുന്നവർ, പ്രായമുള്ളവരാണല്ലോ നമ്മുടെ സഭകളെല്ലാം. ഇപ്പോൾ വെള്ളിയാഴ്ചകൾ അധികം വരുന്നില്ല, സഭകൾ തന്നെ പ്രായമുള്ള ആൾക്കാർ 50-ന് മേളിൽ അല്ലെങ്കിൽ 60-ന് മേളിൽ. സ്വതന്ത്രം. ആശങ്കപ്പെടലേ. ഏത് വിഷയമായാലും അവൻ പർവ്വതം ഉണ്ടാക്കിന് അവന് ഉദ്ദേശമുണ്ട്. ഏത് വിഷയത്തിനുമേലും സ്വസ്ഥത നൽകുവാൻ, ഉറപ്പിക്കുവാൻ, അത് ഏത് വിഷയമായാലും ഉറപ്പിക്കുന്ന ദിവസമുണ്ട്. സ്വതന്ത്രം. ഹല്ലേലൂയ. പർവ്വതങ്ങൾ അനേക വിഷയങ്ങൾ യേശു ക്രിസ്തുവിനെ പറയുന്ന, അവൻ പർവ്വതം കയറി പ്രാർത്ഥിക്കാൻ പോയി. രാത്രി മുഴുവനും ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു എന്ന്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, രാത്രിയിലെങ്കിലും പത്രോസേ 1 മണിക്കൂർ 1 നാഴികയെങ്കിലും നിനക്ക് എന്നോട് കൂടി ഇരിപ്പാൻ സാധിച്ചില്ലയോ? വളരെ ആവശ്യമാണ് നമ്മളെ മക്കളെ പഠിപ്പിക്കുക. രാത്രി സമയങ്ങൾ ദൈവത്തോട് നമ്മളെ ഭാരങ്ങൾ പറയാനല്ല, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ. ഹല്ലേലൂയ. എന്നെ രോഗാവസ്ഥയെ കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യമാണ്. എൻ്റെ ആവശ്യങ്ങൾ, രോഗം മാറാൻ വേണ്ടി ഉള്ള പ്രാർത്ഥനയല്ല, അവൻ്റെ സാന്നിധ്യം. അവൻ കാൽവരി ക്രൂശിൽ ആ 3 ആണിമേൽ തൂങ്ങിയപ്പോൾ അവൻ അനുഭവിച്ച വേദന, അതിന്മേലുള്ള സമാധാനം. അതാ കർത്താവ് പറയുന്നത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോന്നു. ആ കാൽവരി ക്രൂശിൽ ഞാൻ അനുഭവിച്ച സമാധാനം, ചാട്ടവാർ കൊണ്ട് അടിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച സമാധാനം, മുൾക്കിരീടം ധരിപ്പിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച സമാധാനം. സ്തോത്രം. രണ്ടാമത്, കാറ്റിനെ അവൻ സൃഷ്ടിക്കുന്ന ദൈവമാകിയ സ്തോത്രം. ഹല്ലേലൂയ. അതേ കാറ്റിനെ സൃഷ്ടിക്കുന്ന ദൈവം. പൗലോസ് അവസാനത്തെ യാത്രയാണ്, ഏത് മരിക്കാൻ വേണ്ടി പോവാ. എന്നിട്ടും ആ യാത്രയിൽ കൊടുങ്കാറ്റടിച്ചു. ആദ്യം അതേ സ്വതം മന്ദമായി കാറ്റടിച്ചു. അത് അവർക്ക് അനുകൂലമായിരുന്നു. പക്ഷെ അനുകൂലം ആയ കാറ്റിനെ അത് പ്രതികൂലമാക്കുകയും അത് ഈശാനുമൂലൻ ആക്കി തീർക്കാൻ ദൈവ പ്രവർത്തിക്കായ സ്തോത്രം. കർത്താവിന് ഉദ്ദേശമുണ്ടായിരുന്നു. 275 ആൾക്കാർ അവർ ഇവൻ മുഖാന്തരം പൗലോസ് നിമിത്തം രക്ഷ പ്രാപിക്കണം. പോലെ ബെലീത്ത ദ്വീപിലെ ആൾക്കാർ രക്ഷ പ്രാപിക്കണം. എല്ലാത്തിനും അവരുടെ ഉദ്ദേശം ഉണ്ട്. അത് ഭാരമായി തോന്നിയാലും അതേ ഭാരപ്പെടേണ്ട. ആ സമയത്ത് അവനെ മാത്രം ആശ്രയിപ്പാൻ. മൂന്നാമെന്ന് പറയുന്ന മനുഷ്യന്റെ നിരൂപണം ഇന്നതെന്ന് അറിയുന്ന ദൈവം, അത് അറിയിക്കുന്ന ദൈവം. ദാവീദേ, നീ 1 വർഷത്തോളം നീ ചെയ്ത പാപം 1 വർഷം നീ മിണ്ടാതിരുന്നു, നീ ഒളിപ്പിച്ചു വെച്ചു, നീ വിചാരിച്ചു ഞാനും മറന്നുപോയി. ആര്? ദൈവം മറന്നുപോയിന്ന്. 1 വർഷം കഴിഞ്ഞപ്പോൾ നാഥാനെ അയച്ചിട്ട് ഓർപ്പിച്ചു. അവൻ മുട്ടുമടങ്ങി. സ്വതന്ത്രം. അപ്പോൾ 1 വർഷം വരെ ദീർഘക്ഷമ ദൈവം കാണിച്ചു, അവന് നിരൂപണം അറിയിച്ചു. മറുവശത്ത് പൗലോസിനെ, അതേ അവൻ ജയിലിലാണ്, എന്നിട്ടും അവനെ ഭയപ്പെടുന്ന 40 പേർ അവനെ കൊല്ലുവോളം ഞങ്ങൾ കഴിക്കുകയില്ല, വെള്ളം കുടിക്കുകയില്ല എന്ന് ശബ്ദം ചെയ്ത 40 പേർ അവരുടെ ഹൃദയം, അവരുടെ നിരൂപണം അറിഞ്ഞ ദൈവം അത് പൗലോസിന്റെ പെങ്ങളുടെ മോനെ അറിയിച്ചു. അവൻ വിടുവിക്കപ്പെട്ടു. നമുക്കെതിരായി, സഭയ്ക്കെതിരായി ആരൊക്കെ എന്ത് വിചാരിച്ചാലും അവരുടെ നിരൂപണങ്ങളെ തക്ക സമയത്ത് വെളിപ്പെടുത്തുന്ന ദൈവമാകിയ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. വീണ്ടും പ്രവാചകൻ അത് ഓർപ്പിക്കുന്ന, അവൻ പ്രഭാതത്തെ അന്ധകാരമാക്കുന്ന ദൈവം. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ മരണ സമയത്ത് ലോകത്തിൽ ഒരിക്കൽ മാത്രം ഒന്നായിട്ടും അവസാനമായിട്ടും അന്ധകാരം 3 അതേ മണിക്കൂർ, ഉച്ച സമയത്ത് 3 മണിക്കൂർ ഇരുട്ടായി. കാരണം എന്താണ്? മനുഷ്യന്റെ പാപം വഹിച്ചപ്പോൾ പുത്രനെ ആ രൂപത്തിൽ കാണുവാൻ പിതാവിനെ സാധിച്ചില്ല. പിതാവ് കണ്ണടച്ചു, ലോകം മുഴുവൻ ഇരുട്ടായി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എന്നാൽ ആ ഇരുട്ട് കഴിഞ്ഞപ്പോൾ പ്രഭാതമുണ്ട്. അവസാനം പറയാണ്, അതേ ഭൂമിയുടെ ഉന്നതികളുമേ നമ്മൾ നടത്തുമാറാക്കുന്ന ദൈവം. അത് പരിശുദ്ധാത്മാൻ മാത്രം അത് സാധിക്കുള്ളൂ. ആത്മശക്തിയാൽ മാത്രം സാധിക്കുള്ളൂ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തയ്ക്ക് അതേ ആത്മാവിൽ അവൻ വെളിപ്പാട്, ദർശനം അതേ കൊടുക്കുന്ന ദൈവമാകിയ സ്തോത്രം. അതേ ആത്മാ, ഹല്ലേലൂയ, ആത്മാ നമ്മളെ കൊണ്ടുപോകുന്നു. ഈ ഭൂമി വിട്ട് ഭൂമിയുടെ ഉന്നതികളുമേ നമ്മൾ നടകൊള്ളുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്തനാത്മാവ് ഈ ദിവസങ്ങൾ നമ്മളെ അതുമായി സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് നാം പറയുന്ന പോലെ കൂടുതലായി പറയട്ടെ. എല്ലാ അതിന് കൂടുതൽ ജാതികൾ പറയട്ടെ, ഈ നെല്ലിക്കല ദേശം പറയട്ടെ, യഹോവ അവരിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. ഇന്ന് പകലും നമുക്ക് വേണ്ടി, ഓരോരുത്തർക്കും വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി കർത്താവ് ചില നിർമ്മിതികൾ, കർത്താവ് ചില സൃഷ്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃപയോട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. സമയം നൽകിയ പാസ്റ്ററോടും സഭയിൽ നന്ദി അറിയിക്കുന്ന കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. എത്ര നല്ലവൻ എന്റെ സുദായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നാവേ.
കാത്തിടുന്ന